ആദ്യം തന്നെ നമുക്ക് മഴ ഒന്ന് ആസ്വദിച്ചിട്ട് വന്നാലോ. ഇന്നൊരു യാത്ര പോവുകയാണ്. പക്ഷേ രാവിലെ മുതൽ ഭയങ്കര മഴ. അച്ഛനാണെങ്കിൽ ഉമ്മർത്തിരുന്ന് പേപ്പർ വായനയുണ്ട്. എനിക്ക് പണ്ടേ മുതലുള്ളൊരു സുഖേടാണ് ഈ പേപ്പറിൽ കാണുന്ന നാളുകൾ വായിക്കുക എന്നുള്ളത്. ഞാൻ കുറച്ച് അന്ധമായി അത് ഇടയ്ക്ക് വിശ്വസിക്കാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്കൂളിൽ പോണ സമയത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ? കാരണം ഞാൻ എൻ്റെ നാൾ നോക്കിയിട്ട് വല്ല നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ക്ലാസ് ടെസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് നോക്കി സമാധാനപ്പെടുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ന്യൂസിലാൻഡിൽ മഴ ഉണ്ടെങ്കിൽ പോലും നാട്ടിലെ മഴയത്തല്ലേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുക. അപ്പം ഞാനൊന്ന് ചുമ്മാ കുറച്ച് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. ദേ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടോ. നമ്മൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ള കാറിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി വേറെ ആയിരുന്നു. നമുക്കതൊരു ട്രിപ്പ് പോലെയായിരുന്നു. കാരണം മാമയും അമ്മായും കണ്ണനൊക്കെ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ആണ് വരുന്നത്. അതുകൊണ്ട് ഇവർ വരുന്ന സമയം ഇവർ മാക്സിമം വീട്ടിലിരിക്കാനാണ് നോക്കാറുള്ളത്. അപ്പം കുറച്ച് കാലത്തിന് എനിക്കൊന്നും കണ്ണൻ ചെറുതായപ്പോൾ ഞങ്ങൾ ഇതുപോലെ എങ്ങോട്ടോ അമ്പലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോഴാണ് തോന്നുന്നു കുറച്ച് ലോങ് ആയിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മുത്തശ്ശനും അമ്മൂമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പം മുത്തശ്ശൻ്റെ അമ്മൂമ്മയുടെ 2 മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം അവർക്ക് ഹാപ്പി ആയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ സമയത്ത് നല്ല വിശന്നു. വൈകുന്നേരമായിരുന്നു. അപ്പോൾ ചായയും ഉഴുന്നുവടയും കഴിച്ചു. അങ്ങനെ ഹോട്ടലിലെത്തി അങ്കമാലിയിൽ. അപ്പോൾ അങ്കമാലിയിൽ സ്റ്റേ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലിയിൽ നമ്മുടെ അലീന ചേച്ചിയുടെ അനിയൻ്റെ കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ എൻഗേജ്മെൻറ്റ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസമായിരുന്നു. അപ്പം കല്യാണത്തിന് റിസപ്ഷന് പോവാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം എൻഗേജ്മെൻറ്റ് വന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ അവർ കുറേ പേരെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ എല്ലാവരെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും അതുപോലെ സിദ്ധുവിൻ്റെ അമ്മയും അനിയന്മാരൊക്കെ വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഹാളിലേക്ക് പോകുമായിരുന്നു. സിദ്ധു പാലഞ്ചേട്ടനെ വിളിക്കുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത്. പിന്നെ അവിടെ ഫുൾ ന്യൂസായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് പോയി. ഇവരെല്ലാം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ മുത്തശ്ശന് മാത്രമൊക്കെയാണ് അധികം യാത്ര ഇഷ്ടമുള്ള ആൾ. കാരണം മുത്തശ്ശൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്തത്. അപ്പം മുത്തശ്ശൻ എപ്പോഴും ട്രെയിനിൽ പോയി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മൂമ്മയായിരുന്നു പേടി. കാരണം അമ്മൂമ്മ ഇങ്ങനെ ലോങ് പോവാറില്ല. അപ്പം ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയും അതുപോലെ മാമി അമ്മായും ഒന്നും സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് മാമി അമ്മായും ഇവിടെ ഇല്ല. അതുപോലെ അമ്മൂമ്മ അന്ന് ഒരു ഒറ്റ ട്രിപ്പായി വരുമ്പോൾ അമ്മൂമ്മയ്ക്ക് ചിലപ്പം വയ്യാതെയാവും. അതുകൊണ്ട് പോണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം അങ്കമാലി വിശേഷം കഴിഞ്ഞിട്ട് പറയാം. നേച്ചറിനെ കണ്ടല്ലോ, ഫുള്ള് സ്റ്റേജിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് അവൻ എന്നെയും സിദ്ധുവിനെയും കണ്ടത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു അവൻ മറന്നു കാണുന്നു. പക്ഷെ ഒട്ടും മറന്നിട്ടില്ല. പിന്നെ സിദ്ധുവിനെ മറക്കാൻ ചാൻസ് ഇല്ല. കാരണം സിദ്ധു അവരുടെ മധുരം വെപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവൻ കണ്ടതും വേഗം ഓടി വന്നു കേട്ടോ. നേച്ചി എന്തൊക്കെ വികൃതിയാന്ന് പറഞ്ഞാലും അവൻ്റെ സ്നേഹം അത് വേറെ ലെവല് തന്നെയാണ്. പിന്നെ ആശാൻ കരയുന്ന മൂഡിലായി. പിന്നെ അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, സങ്കടങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ വീട്ടിലല്ല സോറി റൂമിലെത്തി. അപ്പോഴേക്കും അമ്മൂമ്മയും മുത്തശ്ശനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം. അന്നാണെങ്കിൽ എവിടെയില്ലാത്തൊരു മഴ, പുറത്ത് ഫുള്ള് മഴയായിരുന്നു. വേഗം കിടന്ന് ഉറങ്ങി, കാരണം രാവിലെ എണീറ്റ് നമ്മൾ തൊടുപുഴയ്ക്ക് പോവുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞാൻ സെറ്റായി, മുത്തശ്ശൻ സെറ്റായി. മുത്തശ്ശൻ ഫോണിൽ ബിസിയാണ്. അതുപോലെ അമ്മൂമ്മയ്ക്ക് കുറച്ച് ഒരു എന്താ പറയുക, ക്ഷീണം തട്ടിയ പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ പ്രശ്നമൊന്നും പറ്റിയില്ല, ആൾ ഓക്കെ ആയിരുന്നു. അതിൻ്റെ വലിയൊരു ഭാഗ്യമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി അങ്ങനെ അടുത്ത ലൊക്കേഷനിലോട്ടായി. അവിടെ ചെന്നിട്ട് അധികം ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. ഇത് ഞാൻ ചുമ്മാ എടുത്തതാണ്, ഈ 3 പേരെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട്. ദേവൂട്ടനും പൊന്നൂസും പണിയെടുക്കുന്നത് കണ്ടില്ലേ. പിന്നെ പൊന്നൂന് വലിയ കുഴപ്പമില്ലായിരുന്നു, അവൾക്കറിയാം ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്ന വീഡിയോ ആണ്. നമുക്ക് കണ്ടിട്ട് വരാം. കല്യാണം എന്തായാലും ഇനി അടുത്ത ലീവിനെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ വീട്ടിൽ റിലേറ്റീവ്സായ കുറച്ച് വയസ്സായ മുത്തശ്ശനമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കും അതുപോലെ അടുത്ത വീട്ടിൽ കുറേ പേരൊന്നും എൻഗേജ്മെൻറ്റിന് വിളിക്കാൻ പറ്റില്ല, കാരണം ഡിസ്റ്റൻസ് ഒക്കെ കാരണം കൊണ്ടും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കുഞ്ഞൊരു ഫങ്ഷൻ ഇല്ല, ആ ഫങ്ഷനായിട്ടല്ലായിരുന്നു, പക്ഷെ അതൊരു ഫങ്ഷൻ പോലെ ആയി തോന്നുന്നു. അപ്പം പലർക്കും അങ്ങനെ നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടക്കുറവുണ്ടാവുമല്ലോ കല്യാണത്തിന് മുന്നേ തന്നെ. പക്ഷേ സിദ്ധുവിൻ്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നു, അവർ തന്നെയാണ് അങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നതും. അപ്പം നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ മാത്രം വീട്ടിൽ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് അമ്മൂമ്മയും മാമയും അമ്മായിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ വീഡിയോ നേരത്തെ എടുക്കാമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. എന്തായാലും ഇനി തൊടുപുഴ വിശേഷങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കാണാം.